ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റീവാലുവേഷൻ ഓഫ് നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ പി പിയിൽ ഓൾറെഡി ഡിപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡിസ്പോസലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് റീവാലുവേഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. സോ വീഡിയോയിലോട്ട് കിടക്കാം. റീവാലുവേഷൻ IA-16 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു പി പി നമുക്ക് രണ്ട് മെഷർമെൻറ്റ് മോഡൽസ് വെച്ചിട്ട് ഇയർ എൻഡിൽ മെഷർ ചെയ്യും. കോസ്റ്റ് മോഡലും അതുപോലെ തന്നെ റീവാലുവേഷൻ മോഡലും. നമ്മളുടെ അസറ്റ് മാർക്കറ്റ് വാല്യൂ സിഗ്നിഫിക്കൻ്റ്ലി ഫ്ലക്ച്വേറ്റഡ് ആണ്. മാർക്കറ്റ് വാല്യൂവിൽ വലിയ രീതിയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഷെയർ ഹോൾഡേഴ്സിന് പാസ് ചെയ്യാൻ പറ്റുന്നത് അത് മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴായിരിക്കും. സോ റീവാലുവേഷൻ മോഡലും കോസ്റ്റ് മോഡലും എന്താണെന്നൊരു കമ്പാരിസൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് റീവാലുവേഷൻ മോഡലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, ഇയർ എൻഡ് മെഷർമെൻറ്റിൽ രണ്ട് മോഡൽസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? കോസ്റ്റ് മോഡലും അതുപോലെ തന്നെ റീവാലുവേഷൻ മോഡലും. എന്തായിരുന്നു കോസ്റ്റ് മോഡൽ, എന്തായിരുന്നു റീവാലുവേഷൻ മോഡൽ എന്നുള്ളത് നോക്കാം. ഇനീഷ്യലി ദാറ്റ് മീൻസ് ഓപ്പണിങ്ങിൽ കോസ്റ്റിൽ മെഷർ ചെയ്ത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരിയിങ് എമൗണ്ട് കിട്ടും. ഈ ക്യാരിയിങ് എമൗണ്ടിലാണ് നമ്മൾ SOFPയിൽ മെഷർ ചെയ്യുന്നതെങ്കിൽ, അസറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മോഡലിന് പറയുന്ന പേരായിരുന്നു കോസ്റ്റ് മോഡൽ. എന്തായിരുന്നു റീവാലുവേഷൻ മോഡൽ? ഇനീഷ്യലി നമ്മൾ കോസ്റ്റിൽ മെഷർ ചെയ്യും ആൾവേസ്. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യും? അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യും. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ക്യാരിങ് എമൗണ്ട് കിട്ടുന്നത്. ദെൻ നമ്മൾ എന്തിലോട്ട് റീവാല്യൂ ചെയ്യണം? ഫെയർ വാല്യൂലോട്ട് റീവാല്യൂ ചെയ്യണം. ഈ ഫെയർ വാല്യൂവിലാണ് നമ്മൾ SOFPയിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മെഷർമെൻറ്റ് മോഡലിനെ ആയിരുന്നു നമ്മൾ റീവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നമുക്കൊരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോകാം. എങ്ങനെയാണ് റീവാലുവേഷൻ മോഡൽ പ്രകാരം നമ്മളൊരു അസറ്റിനെ മെഷർ ചെയ്യേണ്ടത്, അതിൻ്റെ ജേണൽ എൻട്രി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അക്കൗണ്ടിങ് എൻട്രീസ് ഷുഡ് ലോറി പോസ്റ്റ് ടു റെക്കോർഡ് ദി റീവാലുവേഷൻ? അക്കൗണ്ടിങ് എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് നമുക്ക് ഈ ഇല്ലുസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീവാലുവേഷൻ മെഷർമെൻറ്റ് എങ്ങനെയാണ് നോക്കാം, അതിൻ്റെ ജേണൽ എൻട്രിയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലോറി ബോട്ട് ആൻ അസറ്റ് ഓൺ 1st January 2014 ഫോർ 235,000. അപ്പോൾ അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് 1st January 2014 ആണ്. എത്ര രൂപക്കാണ് വാങ്ങിക്കുന്നത്? 235,000-നാണ്. ആൻഡ് ഡിപ്രിഷിയേറ്റഡ് ഇറ്റ് അറ്റ് 30% യൂസിങ് ദി റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ഓൺ 1st January 2017 ബിസിനസ് റീവാല്യൂഡ് ദി അസറ്റ് ടു 300,000. അസറ്റ് എത്രയിലോട്ട് റീവാല്യൂ ചെയ്തു? 300,000-ലോട്ട്. അപ്പോൾ 1st January 2017 ആണ് എന്ത് നടക്കുന്നത്? റീവാല്യൂഷൻ നടക്കുന്നത്. സോ നോക്കാം. നമ്മൾ അസറ്റ് വാങ്ങുന്നത് 1st January 2014 ആണ്. 2014 കോസ്റ്റ് വരുന്നത് 235,000 ആയിരുന്നു. എത്രയായിരുന്നു? 235,000 ആയിരുന്നു. സോ 1st January 2014 കോസ്റ്റ് വരുന്നത് 235,000 ആണ്. ഓക്കെ, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പോലെ എല്ലാ വർഷവും ഈക്വൽ അല്ല. അതുകൊണ്ട് എല്ലാ വർഷത്തെയും ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഓരോ വർഷം സെപ്പറേറ്റ്ലി ചെയ്ത് പോകണം. സോ ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 235,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 25% ആയിരുന്നു. സോ
235,000 ഇൻറ്റു റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എത്രയായിരുന്നു? 25% അല്ല, 30% ആയിരുന്നു. സോ 30% എത്രയായിരുന്നു വരുന്നത്? 70,500. സോ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലെ ക്യാരിങ് എമൗണ്ട് വരുന്നത് 235,000 മൈനസ് എത്രയായിരുന്നു? 70,500. 164,500 ആയിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് 1st January 2015 ആണ്. പ്രീവിയസ് ഇയറിൻ്റെ ക്ലോസിംഗ് ക്യാരിങ് എമൗണ്ട് ആണ് കറണ്ട് ഇയറിൻ്റെ ഓപ്പണിംഗ് ക്യാരിങ് എമൗണ്ട്. സോ ക്യാരിങ് എമൗണ്ട് വിൽ ബി 164,500 ആണ്. Depreciation will be 164,500 into 30%. That means 49,350. So year endile carrying amount വരുന്നത് എത്രയായിരുന്നു? 164,500 minus 49,350 എത്രയായിരുന്നു? 115,150 ആയിരുന്നു. സോ 31st December 2015 ക്യാരിങ് എമൗണ്ട് 150 ആണ്. നേരെ ശ്രദ്ധിക്കണം, ഇപ്പോഴൊന്നും നമ്മളുടെ ക്യാരിങ് എമൗണ്ട് ഓർ കറണ്ട് വാല്യൂ മാർക്കറ്റ് വാല്യൂ തമ്മിൽ എന്ത് വന്നിട്ടില്ല? ചേഞ്ച് വന്നിട്ടില്ല. ചേഞ്ച് വരുന്ന എപ്പോഴാണ്? 1st January 2017 ആണ്. സോ 1st January 2016 ക്യാരിങ് എമൗണ്ട് വരുന്ന എത്രയായിരുന്നു? 150 ആയിരുന്നു. അതിൻ്റെ ഡിപ്രിസിയേഷൻ വരുന്നത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഇക്വേഷൻ അറിയാലോ, ക്യാരിങ് എമൗണ്ട് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. 150 ഇൻറ്റു 30% മീൻസ് 34,545 ആണ്. ദാറ്റ് മീൻസ് ക്യാരിങ് എമൗണ്ട് എത്രയായിരുന്നു വരുന്നത്? 31st December 2016 ക്യാരിങ് എമൗണ്ട് വരുന്നത് 150 മൈനസ് 34,545 8605 ആയിരുന്നു. എത്രയായിരുന്നു? 8605. 150യുടെ 30% 34,545 ലെസ് ചെയ്യുമ്പോൾ 8605. അപ്പോൾ ഏത് ഡേറ്റിലാണ്? 1st January 2017 ക്യാരിങ് എമൗണ്ട് എത്രയായിരുന്നു? 8605 ആയിരുന്നു. ഈ ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? റീവാല്യൂ ചെയ്യുന്നത്. എത്രയിലോട്ടാണ് റീവാല്യൂ ചെയ്യുന്നത്? റീവാല്യൂഡ് ദി അസറ്റ് ടു 300,000 എന്നാണ് പറയുന്നത്. റീവാല്യൂഡ് ദി അസറ്റ് ടു 300,000. സോ ഈ ഡേറ്റിൽ നമ്മൾ എങ്ങോട്ട് ചേഞ്ച് ചെയ്യണം? ക്യാരിങ് എമൗണ്ടിനെ ഫെയർ വാല്യൂയിലോട്ട് മാറ്റാണ്. ഫെയർ വാല്യൂ വിൽ ബി 300,000 ആണ്. സോ കറണ്ട് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരിങ് എമൗണ്ടും ഫെയർ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? റീവാല്യൂഷൻ സർപ്ലസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? റീവാല്യൂഷൻ സർപ്ലസ്. സോ 8605 എത്രയിലോട്ട് മാറിയിട്ടുണ്ട്? 300,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 219,395 ആണ് എന്തെന്ന് പറയുന്നത്? റീവാല്യൂഷൻ സർപ്ലസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഫെയർ വാല്യൂ ക്യാരിങ് എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് റീവാല്യൂഷൻ സർപ്ലസ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ പറഞ്ഞു തരാം അതിനു മുൻപ്. സോ റീവാല്യൂഷൻ്റെ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. റീവാല്യൂഷൻ സർപ്ലസ് ഈക്വൽ ടു ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് റീവാല്യൂഷൻ. ഇവിടെ നമ്മളുടെ ഫെയർ വാല്യൂ 300,000 ആയിരുന്നു. ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് റീവാല്യൂഷൻ 8605 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റീവാല്യൂഷൻ സർപ്ലസ് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 219,395 ആയിരുന്നു. എവിടെയായിരുന്നു നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളിതിൻ്റെ പ്രസൻറ്റേഷൻ SOPL ആൻഡ് OCIയുടെ അണ്ടറിൽ, OCI എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ OCI അഥവാ അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൻ്റെ താഴെ റീവാല്യൂഷൻ സർപ്ലസ് ഫോർ ദി ഇയർ. അറിയാലോ, SOPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദി ഇയർ ആണ്. ആ വർഷത്തെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എത്രയായിരുന്നു വരുന്നത്? 219,395.
ഇതായിരുന്നു SOPL ആൻഡ് OCL പ്രസൻറ്റേഷൻ. SOPL ആൻഡ് OCL നമ്മൾ SOPL റെക്കോർഡ് ചെയ്യില്ല, OCL ആണ് റെക്കോർഡ് ചെയ്യുക. വൈ? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ട്, നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, സെല് ചെയ്തിട്ടില്ല. സെല് ചെയ്താലാണ് ആ ക്യാഷ് നമുക്ക് കിട്ടുകയുള്ളൂ, അത് റിയലൈസ്ഡ് ആവുകയുള്ളൂ. ഇത് കറൻ്റ്ലി വിൽക്കാത്തത് കാരണം ആ ഗെയിന് നമുക്ക് കിട്ടിയിട്ടില്ല, അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. അതുകൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി നമ്മൾ അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ എമൗണ്ട് നമ്മൾ എവിടെയും SOFPയിലും പ്രസൻറ്റ് ചെയ്യണം. SOFPയിൽ ഇക്വിറ്റിയുടെ അണ്ടറിൽ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതിൻ്റെ താഴെ റീവാല്യൂഷൻ സർപ്ലസ് എന്ന് പറഞ്ഞ് 219, 395 എഴുതണം. ക്ലിയർ ആണോ? ഇതായിരുന്നു നമ്മളുടെ പ്രസൻറ്റേഷൻ വരുന്നത്. SOPL ആൻഡ് OCയുടെ താഴെ റീവാല്യൂഷൻ സർപ്ലസ് ഫോർ ദി ഇയർ ആണ്, ആ ഒരു വർഷത്തെ മാത്രം, 2017 മാത്രം. ബട്ട് SOFPയിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അസറ്റ് വാങ്ങിച്ചിട്ട്, SOFP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമല്ലല്ലോ, ഇയർ എൻഡ് വരെ ഉള്ളതല്ലേ. സോ അസറ്റ് വാങ്ങിയത് മുതൽ 2014 മുതൽ 2017 ഇയർ എൻഡ് വരെ ഉള്ള റീവാല്യൂഷൻ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, 2017 SOFPയിൽ ഇക്വിറ്റിയുടെ അണ്ടറിൽ പ്രസൻറ്റ് ചെയ്യണം. ഇവിടെ ഇതുവരെ ഇല്ലാത്തത് കാരണം കറണ്ട് ഇയറിൻ്റെ മാത്രമേ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ക്ലിയർ ആണോ? സോ ഇതായിരുന്നു പ്രസൻറ്റേഷൻ വരുന്നത്. നമുക്ക് വേഗം എന്ത് ചെയ്യാം, ജേണൽ എൻട്രിയിലോട്ട് പോകാം. ഇവിടെ ജേണൽ എൻട്രി ഞാനൊരു 3 സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം, നേരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീസ്റ്റേറ്റ് അസറ്റ് കോസ്റ്റ് ഇൻറ്റു ഫെയർ വാല്യൂ. അസറ്റിൻ്റെ കോസ്റ്റിനെ എന്തിലോട്ട് റീസ്റ്റേറ്റ് ചെയ്യണം, ഫെയർ വാല്യൂലോട്ട് റീസ്റ്റേറ്റ് ചെയ്യണം. നിലവിൽ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? എന്താ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റ് ഒറിജിനലി നമുക്ക് വാങ്ങിക്കാൻ വന്ന ചെലവ്. എന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്? 1 ജനുവരി 2014 ആണ്. 235,000 നമ്മൾ വാങ്ങിയത്. ഈ 235,000 വാങ്ങിയ അസറ്റിൻ്റെ കോസ്റ്റിനെ എന്തിലോട്ട് മാറ്റണം, ഫെയർ വാല്യൂലോട്ട് 300,000 ചേഞ്ച് ചെയ്യണം. സോ 300,000 മൈനസ് 235,000 ചെയ്യുന്ന സമയത്ത് ദർ നീഡ്സ് ടു ബി ആൻ ഇൻക്രീസ് ഓഫ് 65,000. 65,000 ഒരു ഇൻക്രീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അസറ്റിൻ്റെ കോസ്റ്റ്, അസറ്റ് PPയുടെ വാല്യൂ കൂടുകയല്ലേ ചെയ്യുന്നത്. PPയുടെ വാല്യൂ കൂടുമ്പോൾ അസറ്റ്, എലമെൻ്റ് അസറ്റ് ആണെങ്കിൽ ബാലൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ് വരുന്നത്. സോ എൻട്രി വരുന്നത് ഡെബിറ്റ് PP എത്രയായിരുന്നു, 65,000. സെക്കൻഡ് ജേണൽ എൻട്രി എന്തായിരുന്നു, റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ശ്രദ്ധിക്കുക, വേറെ ഫോണ്ടിൽ എഴുതാം. എന്തായിരുന്നു ഫസ്റ്റ് വൺ? എന്തായിരുന്നു? അസറ്റിൻ്റെ കോസ്റ്റ് PPയിലോട്ട് ഇൻക്രീസ് ചെയ്യണം, ഡെബിറ്റ് PP. ഫെയർ വാല്യൂലോട്ട് ഇൻക്രീസ് ചെയ്യണം 65,000. 235,000 ആയ കോസ്റ്റിനെ കറണ്ട് ഫെയർ വാല്യൂ 300,000 ഇൻക്രീസ് ചെയ്യണം. സോ ഡെബിറ്റ് PP 65,000. സെക്കൻഡ് വൺ എന്തായിരുന്നു? റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അസറ്റിൻ്റെ കോസ്റ്റ് ചേഞ്ച് ആയില്ലേ, ഇനി മുതൽ അസറ്റിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ പുതിയ ഡിപ്രിസിയേഷൻ ആയിരിക്കും, ന്യൂ ഡിപ്രിസിയേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഈ ഫെയർ വാല്യൂ റീവാല്യൂഷൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1 ജനുവരി 2017. ഇതുവരെ എത്ര ഡിപ്രിസിയേഷൻ അക്യുമുലേറ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഇയറിൽ 70,500 ഉണ്ട്, സെക്കൻഡ് ഇയറിൽ 49,350 ഉണ്ട്, തേർഡ് ഇയറിൽ 34,545 ഉണ്ട്. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 70,500 പ്ലസ് 49,350 പ്ലസ് 34,545 എത്ര കിട്ടുന്നത്? 154,395 അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉണ്ട്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് കോൺട്രാ അസറ്റ് ആണ് വരുന്നത്. കോൺട്രാ അസറ്റ് മീൻസ് ഒരു അസറ്റ് അക്കൗണ്ടിനെ ഡിഡക്റ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ അതിന് ഡിഡക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്. സോ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ എൻട്രി വരുന്നത്
ഡെബിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്ര വരുന്നത് 154,395. ഡെബിറ്റ് സൈഡിൽ PP വന്നിട്ടുണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റും ടോട്ടൽ ചെയ്താൽ ഇനി ഏതിനോട് ഈക്വൽ ആവണം? ക്രെഡിറ്റിനോട് ഈക്വൽ ആവണം. സോ സ്റ്റെപ്പ് 3 നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റെക്കോർഡ് റീവാല്യൂഷൻ സർപ്ലസ്. റീവാല്യൂഷൻ സർപ്ലസ് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. റീവാല്യൂഷൻ സർപ്ലസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഫെയർ വാല്യൂ മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് റീവാല്യൂഷൻ ആയിരുന്നു 219,395 ആണ്. സോ റെക്കോർഡ് റീവാല്യൂഷൻ സർപ്ലസ് മീൻസ് ഈ റീവാല്യൂഷൻ സർപ്ലസ് എന്ന് പറയുന്നത് നമുക്കൊരു ഗെയിൻ ആണ്. ഗെയിൻ ഓർ ഇൻകം ആണ് എലമെന്റ് വരുന്നതെങ്കിൽ ബാലൻസ് ക്രെഡിറ്റ് ആണ്. സോ എൻട്രി വരുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട് എത്രയായിരുന്നു? 219,395. സോ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്താവണം? ഈക്വൽ ആവണം. ഒന്ന് ഈക്വൽ ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. 154,395 പ്ലസ് 65,000 219,395 തന്നെയാണ്. സോ ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണ് വരുന്നത്. ക്ലിയർ ആണോ? സോ എൻട്രി വരുന്നത് ഡെബിറ്റ് PP 65,000. ഇവിടെ ഡെബിറ്റ് നോൺ കറണ്ട് അസറ്റ് PP എന്നല്ല എഴുതിയിരിക്കുന്നത്, നോൺ കറണ്ട് അസറ്റ് ഓപ്ഷൻ എയിലുണ്ട്. ഡെബിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 154,395 ഓപ്ഷൻ എയിലുണ്ട്. ക്രെഡിറ്റ് റീവാല്യൂഷൻ സർപ്ലസ് 219,395 ഓപ്ഷൻ എയിലുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്ന ഏതായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു. സോ നമ്മൾ ഒരു അസറ്റിൻ്റെ റീവാല്യൂഷൻ മോഡൽ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. SOFPയിൽ ഒരു അസറ്റ് അതിൻ്റെ ഫെയർ വാല്യൂലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ മോഡലിന് പറയുന്ന പേരായിരുന്നു എന്ത്? റീവാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അസറ്റിൻ്റെ റീവാല്യൂഷൻ ഡേറ്റിലെ ക്യാരിങ് എമൗണ്ട് കണ്ടെത്തുക, അതിനെ ഫെയർ വാല്യൂലോട്ട് റീവാല്യൂ ചെയ്യുക. അവിടെ ഗെയിൻ വരുന്ന സമയത്ത് അതിന് റീവാല്യൂഷൻ സർപ്ലസ് എന്ന് പറഞ്ഞ് OCL എഴുതുക. SOPLൻ്റെ OCL എഴുതുന്നത് റീവാല്യൂഷൻ സർപ്ലസ് ഫോർ ദ ഇയർ ആണ്. നമ്മൾ ഇക്വിറ്റിയിൽ എഴുതുന്നത് നമ്മൾ അക്യുമുലേറ്റഡ് ആണ്, ഇതുവരെയുള്ള റീവാല്യൂഷൻ സർപ്ലസ് ആണ്. സോ ഇങ്ങനെയായിരുന്നു പ്രസൻറ്റേഷൻ വരുന്നത്. ജേണൽ എൻട്രി വരുന്നത് ആൾവേസ് ഈ സ്റ്റെപ്പ്, ഞാൻ പറയുന്ന സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ആൾവേസ് റീവാല്യൂഷൻ്റെ ജേണൽ എൻട്രി എഴുതാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 1 വരുന്നത് റീസ്റ്റേറ്റ് അസറ്റ് കോസ്റ്റ് ഇൻറ്റു ഫെയർ വാല്യൂ. അസറ്റ് ഒറിജിനലി വാങ്ങിക്കാൻ വന്ന കോസ്റ്റിനെ റീവാല്യൂഷൻ ഡേറ്റിലെ ഫെയർ വാല്യൂലോട്ട് ചേഞ്ച് ചെയ്യുക. സോ ഇവിടെ ഡെബിറ്റ് PP 65,000 വന്നു. നെക്സ്റ്റ് റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഇതുവരെ ഉള്ള എല്ലാ ഡിപ്രിസിയേഷൻ്റെയും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് റിമൂവ് ചെയ്യുക. നമ്മൾ അസറ്റ് എന്ത് ചെയ്തിരുന്നു? കോസ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി പുതിയ ഡിപ്രിസിയേഷൻ ആണ്. സോ പഴയ ഡിപ്രിസിയേഷൻ്റെ അക്കൗണ്ട് ഒഴിവാക്കി ഡെബിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് 154,395 ആണ്. നെക്സ്റ്റ് വരുന്നത് തേർഡ് സ്റ്റെപ്പ് റെക്കോർഡ് റീവാല്യൂഷൻ സർപ്ലസ് ആണ്. നമ്മൾ റീവാല്യൂഷൻ സർപ്ലസ് ഓൾറെഡി കണ്ടെത്തിയിരുന്നു. ഗെയിൻ ആണ്, ഇൻകം ആണ് എലമെന്റ് വരുന്നത്. ബാലൻസ് ക്രെഡിറ്റ് ആണ് 219,395. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതായിരുന്നു നമ്മളുടെ റീവാല്യൂഷൻ മോഡൽ വരുന്നത്.